ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് കുറച്ച് പേരെങ്കിലും ഷോർട്സിൽ കണ്ടായിരിക്കും അല്ലേ, ക്രിസ്മസ് ഫെസ്റ്റ് കാണാൻ പോയത്. വീട്ടിൽ നിന്ന് ഫാമിലി ആയിട്ട് ഒത്തിറങ്ങായിരുന്നതാ. സമയമായപ്പോൾ അത് നടന്നില്ല. പിന്നെ അവർ മുന്നേ വിട്ടു. നമ്മൾ പിന്നെ ചേട്ടൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് നമ്മൾ പിറകെ പോയി. ഫ്രണ്ട്സ് വരെ ലേറ്റ് ആയി. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ചർച്ചിലുള്ള ലൈറ്റ്സ് ഒക്കെ കാണാൻ അവിടെ ഇറങ്ങി കേട്ടോ. അങ്ങനെ അവിടെ നിന്നപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ ഗ്യാങ് എത്തിക്കഴിഞ്ഞു. പിന്നെ എല്ലാവരും കൂടെ ഒന്നിച്ച് നേരെ പോയത് മലയങ്കി CSI ചർച്ചിലുള്ള ക്രിസ്മസ് ഫെസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കിട്ടിയ സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ വെച്ച് പിടിച്ചു കേട്ടോ. അത്യാവശ്യം നല്ല ക്രൗഡായിരുന്നു. പാസ് ഉണ്ടായിരുന്നു കേട്ടോ, ഒരാൾക്ക് 90 രൂപ വെച്ചിട്ടായിരുന്നു. ഈ ഫെസ്റ്റിലെ മെയിൻ ഹൈലൈറ്റ് ഈ സാന്താക്ലോസ് ആട്ടോ. 40 അടി ദൂരം ഉണ്ടായിരുന്നു. പേഴ്സണലി എനിക്ക് വെർത്തായിട്ട് തോന്നി കേട്ടോ. കാര്യം 3-4 മണിക്കൂർ പോയതേ അറിഞ്ഞില്ല. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, ഫ്രണ്ട്സുമായിട്ട് പോകുമ്പോൾ അത് വേറൊരു വൈബല്ലേ. നമ്മൾ 6 പേരും ഒറ്റക്കെട്ടായിട്ട് പോയെങ്കിലും അവിടെ എത്തിയപ്പം അത് 2ആയിട്ട് സ്പ്ലിറ്റായി. വേറൊന്നും കൊണ്ടല്ല കേട്ടോ, ഫോട്ടോ എടുക്കാനാണ്. എൻ്റെയും ചെയ്യേണ്ട ഫോട്ടോ ആഷിക്ക് എടുക്കും, ഷാരോണിൻ്റെയും ജോളിയുടെയും ഫോട്ടോ അഖിലെടുക്കും. അങ്ങനെ എടുത്തെടുത്ത് ലാസ്റ്റ് നമ്മൾ 2ആയിട്ട് സ്പ്ലിറ്റായി. പാവാട്ടോ ആഷിക്ക്. നമ്മുടെ ക്യാമറാമാനായിരുന്നു. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ അവ എടുക്കുന്നുണ്ടായിരുന്നു. ഇതൊരു മഞ്ഞുകൂടാരത്തിനകത്ത് കയറി അതേ ഫീലായിരുന്നു. സ്നോമാനും പെൻഗിനും സാന്താക്ലോസും ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടായിരുന്നു. ഈ ആർട്ടിഫിഷ്യൽ സ്നോയും ചെറിയൊരു തണുപ്പും ഈ വാം ലൈറ്റും എല്ലാം കൂടെ നല്ല കളറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് കുറച്ച് ഇതുപോലത്തെ സ്റ്റോളുകളിലേക്കാണ്. അവിടെ അങ്ങനെ കഴിക്കാനും ഫാൻസി സാധനങ്ങൾ, ടോയ്സ്, അങ്ങനെ കുറേ സ്റ്റോളുകളുണ്ടായിരുന്നു. ഞാനങ്ങനെ പ്രത്യേകിച്ചൊന്നും വാങ്ങിയൊന്നുമില്ല. ഈ വക സാധനങ്ങൾ ഞാൻ അധികം യൂസ് ചെയ്യാത്തതാണ്. ഒരു ക്ലിപ്പും എടുത്ത് ഇങ്ങനെ ഇറങ്ങി. ഇതാണ് ഈ ചർച്ചിൻ്റെ ഫ്രണ്ട്. ഇവിടെ നല്ലൊരു പാട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കുറച്ച് തിരക്ക് കണ്ടിട്ടാണ് നോക്കിയത്. അപ്പോഴാണ് കണ്ടത് ഒട്ടക സഫാരി, കുതിര സഫാരി, അങ്ങനെ 50 രൂപ അങ്ങനെ എന്തായിരുന്നു ടിക്കറ്റ് റേറ്റ്. അങ്ങനെ ഞാനും പോയി നിന്ന് നോക്കി. ഒരു ചേച്ചി ഒട്ടക സഫാരി ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നേരെ കയറിയത് അക്വാ പെറ്റ് ഷോപ്പിലോട്ടാണ്. അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. അമ്മ ആകെ പരാതി പറഞ്ഞതാ, അമ്മയ്ക്ക് ഇത് കാണാൻ പറ്റിയില്ല. അവർ കണ്ടില്ല ഇത്, അവർക്കങ്ങനെ ഇത് കാണാനും പറ്റിയില്ല. ഈ അക്വേറിയത്തിനകത്ത് ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള കുറേ ഫിഷസ് ഉണ്ടായിരുന്നേ. ഇത് കണ്ടില്ലേ, ഈ സ്റ്റാർ ഫിഷിന് ജീവനുണ്ടോയെന്ന് അറിയാനായിട്ട് എൻ്റെ ചേട്ടനും ആഷിക്കും കൂടി തൊട്ട് നോക്കുക. ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി വെറൈറ്റി മീനുകളുണ്ടെന്ന്. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാത്തിൻ്റെയും വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഓരോന്നിനെയും കണ്ട് ആസ്വദിച്ച് അങ്ങ് നടന്ന് പിന്നെയാണ് ആലോചിച്ചത്, അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. കുറച്ച് വീഡിയോസ് എടുത്ത് ഞാൻ കാണിച്ചു തരാവേ. ഇവനൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ എന്തൊക്കെ കാര്യമായിട്ട് കഴിച്ചിട്ട് കിടക്കുക. അങ്ങനെ എല്ലാം കണ്ട് നമ്മൾ പുറത്തിറങ്ങി. സത്യം പറഞ്ഞാൽ ഇതിന് നല്ല കുറേ വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഇതുപോലെ പെറ്റ് ഷോപ്പാണ്. എല്ലാവരും സെയിലിനിട്ടേക്കണതാണ്. ഇതോ ആ സ്റ്റേജ് ഉണ്ടല്ലേ, കുഞ്ഞു പിള്ളേരുടെ സ്കിറ്റാന്തോ നടക്കുമായിരുന്നു അതിൻ്റെ അകത്ത്. ആ കാണുന്ന ബ്ലൂ ടീഷർട്ടാണ് അഖിൽ. എൻ്റെ നിന്നും ഒരു വയസ്സ് മൂത്താണെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് പണ്ടേ ബഹുമാനം കൂടുതലുള്ളതുകൊണ്ട് ഞാൻ അഖിലെന്നാണ് വിളിക്കുന്നത്. ഇവിടെ കേക്കും വൈനുമാണ് കേട്ടോ. കഴിഞ്ഞ വർഷം പോയപ്പോൾ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അവർ കറയും നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല മേടിക്കാനായിട്ട്. ഞാൻ ഒടുവിൽ കണ്ടെത്തി നമ്മുടെ കൂടെ വന്ന അടുത്ത 2 പേരെ. ഒരു 2 പേരും കൂടി കമ്മലിൻ്റെ ഭംഗിയൊക്കെ നോക്കി അങ്ങനെ ആസ്വദിച്ച് നിൽക്കുമായിരുന്നു. ഈശ്വര, ഇത് കണ്ടിട്ട് ഇനി ഇവരെന്നെ ചീത്ത വിളിക്കുന്നുണ്ടോ. ഇതാണ് ഷാരോണും ജോളിയും. ഇവരെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായി. കഴിഞ്ഞ വർഷം ന്യൂ ഇയറിൻ്റെ തലയ്ക്കും തലേന്നായിരുന്നു കേട്ടോ കല്യാണം. കഴിഞ്ഞ വർഷം ഇതുപോലെ ഇവരെ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മളെല്ലാവരും കൂടി ഇതുപോലെ ഒരു കറക്കം ഉണ്ടായിരുന്നു. ഇതാണ് വെള്ളച്ചാട്ടം. ഒറിജിനൽ വെള്ളച്ചാട്ടം അല്ലെങ്കിലും ഒറിജിനൽ വെള്ളച്ചാട്ടത്തൊക്കെ വെല്ലുന്ന വെള്ളച്ചാട്ടമായിരുന്നു കേട്ടോ. നല്ല തണുപ്പായിരുന്നു ഇതിൻ്റെ അടുത്ത് നിൽക്കാനായിട്ട്. കുറച്ച് സ്റ്റോളുകളുണ്ടായിരുന്നു, പക്ഷെ എല്ലാം അടച്ച്. രാത്രിയായില്ലേ, അവരൊക്കെ വീട്ടിൽ പോയി കിടന്ന് എപ്പോഴും ഉറക്കമായി കാണും. ഇവിടെ നിന്ന് നേരെ ഇറങ്ങണം നമ്മുടെ കുട്ടിക്കാലത്തെ ഫേവറേറ്റ് സ്പോട്ടാട്ടോ. ഇതുപോലെ കുറേ റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, ഇതിവിടെ ഭയങ്കര സൗണ്ടായിരുന്നു. നമ്മൾ 3 കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങി കുറച്ചൊന്ന് ലേറ്റായി. പുറത്തിറങ്ങിയപ്പോഴാണ് അവിടെ വേറൊരു കാഴ്ച ഉണ്ട് കേട്ടോ. നമ്മളെ കൂട്ടം ഒറ്റയ്ക്ക് പോയി കഴിച്ചു കേട്ടോ. അങ്ങനെ നമുക്കും തന്ന് കുറച്ച്. അങ്ങനെ അതെല്ലാം കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക. ഭാഗ്യമായി വെച്ചെടുത്ത് തന്നെ 2 വണ്ടി ഉണ്ടായിരുന്നു. ഫുൾ വണ്ടിയായിരുന്നു കേട്ടോ അവിടെ.
തിരിച്ചു വന്നപ്പോൾ അവിടെ ഫുൾ കാലിയായി. നമ്മുടെ 2 വണ്ടി മാത്രമായി. ചുമ്മാ അല്ല, സമയം പാതിരാത്രിയായേ. അടുത്തിനി ന്യൂ ഇയറിന് എവിടെ പോവാം, എങ്ങനെ പോകാം എന്നുള്ള പ്ലാനിങ്ങുകളും ഡിസ്കസ് ചെയ്ത് നമ്മൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു. എൻ്റെ ലൈഫിലെ ഫസ്റ്റ് വ്ളോഗാട്ടോ, അതും ഓൺ വോയിസ്. ബോർ അടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ, ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ, പോകെ ശരിയാവുമായിരിക്കും അല്ലേ. ഫസ്റ്റ് ഓൺ വോയിസ് വ്ളോഗല്ലേ, തരക്കേടില്ലാണ്ട് ഒപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കും കമൻറ്റും കൂടി ഇട്ടേക്കണേ. അപ്പോൾ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.